അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഞാനിതാ നിങ്ങളെ ആയിട്ട് സംസാരിക്കണതുണ്ടല്ലോ. എൻ്റെ ഒരു സ്വന്തം കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 10 വയസ്സിന് ഇളയതാണ് അവൾ. പക്ഷെ എനിക്ക് അന്നും അവളൊരു കൂട്ടുകാരിൻ്റെ പോലത്താണ്. അവൾക്ക് ഇന്നെ അതേപോലെയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കടലൊക്കെ കാണാൻ പോയി. അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്കുണ്ടല്ലോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കഥ ഒന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇജ്ജ് പറഞ്ഞോ, നേരിട്ട് ഞാൻ ഓണാക്കി തരാം. വേണ്ട, ഇജ്ജ് പറഞ്ഞാൽ മതി. ഇനിയുള്ള തലമുറയെങ്കിലും ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ ഓളെ ഒരുവിധം സംഗതി എനിക്ക് അറിയാം. പക്ഷെ ഓള് പറഞ്ഞ് തന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലത്തെ മക്കളോട് ഇതൊന്ന് പറയണമെന്ന്. ഇനിയുള്ള തലമുറയിലെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓൾ അത്യാവശ്യം സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് ഓളെ ബാപ്പ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഭർത്താവ് ഉണ്ടല്ലോ, ജാഫർ എന്നാണ് അവളെ ഭർത്താവിൻ്റെ പേര്, സാബി എന്നാണ് അവളെ പേര്. അങ്ങനെ ഈ ജാഫർ ഉണ്ടല്ലോ, ഓരോ ആവശ്യത്തിനായിട്ട് ചില്ലറ കള്ളുകുടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും അവരറിയില്ലായിരുന്നു. അവൾ കുറച്ച് കളറ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം എപ്പോഴും അവളെ ഇട്ടിട്ട് ഓരോന്ന് പറയും അവന്. അങ്ങനെ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ വിരുന്നിനേറ്റ് അവൾ വീട്ടിലേക്ക് പോണ സമയത്ത് അവൾ പറയണം എന്നോട്, എടി എനിക്കുണ്ടല്ലോ ഈ ഇരുണ്ട കളറ് പച്ച കളർ സാരിയായിരുന്നു. അപ്പം ഞാൻ ആ സാരി എടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല ഇതെനിക്ക് ചേർച്ചയുണ്ട് എടുത്ത്? അപ്പോൾ ഒരു നിന്നിട്ട് ചിറിച്ചിങ്ങാട് ആ മനുഷ്യനോട് പറഞ്ഞ് എനിക്കറിയാം, ഒരു നാണിത്തള്ള ഉണ്ടായിരുന്നു ഇവിടെ വരും, ആ തള്ള സാരി എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഉണ്ട് എനിക്കെന്ന്. അവൾ പിന്നെ ഇന്ന് വരെ അവൾ പറയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനോടൊരു വസ്ത്രം ഇട്ടിട്ട് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല ഒരഭിപ്രായം. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, രണ്ടുപേരും കൂടി അധികം ഓട്ടോറിക്ഷയിലാണ് അവളായിട്ട് യാത്ര പോയത്. അങ്ങനെ ഒരു ദിവസം അവരെ കുടുംബത്തിൽ ആരോ ആക്സിഡൻ്റായിട്ട് മെഡിക്കൽ കോളേജിലാണ്, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇവളെ കൂട്ടിയിട്ട് അത്രയും ദൂരം എൻ്റെ ഭർത്താവിന് അവൾ പറയാണ്, വണ്ടി വിളിച്ച് പോകാൻ പൈസക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ പോയി. ജാഫർക്ക ഒരുപാട് ദൂരം നടന്നു പോയിട്ട് ഒരു 10-15 അടി ബാക്കിലാണ് ഈ കയറിഞ്ഞാൽ നിൽക്കൽ. എന്നെ ബാക്കിലേക്കൊന്ന് തിരിഞ്ഞൊരു നോട്ടാണ്. എന്താ മൂപ്പരുടെ കൂടെ നടക്കുന്നത് മൂപ്പർക്ക് ഒരു കുറച്ചിലായിരുന്നു. എന്താ ഞാൻ കളറ് കുറഞ്ഞ കാരണം. അന്നൊക്കെ എനിക്ക് നീറിയിട്ടാണ് ഞാൻ ആ സങ്കടങ്ങളൊക്കെ എൻ്റെ മനസ്സിലൊതുക്കിയിരുന്നത്. അങ്ങനെ ഒരുപാട് സമയം വർഷങ്ങളും ഒക്കെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ രണ്ടാമത്തെ വർഷം അവൾ സാബി പ്രഗ്നൻ്റായ സമയത്തുണ്ടല്ലോ, അവളെ പലതും പറഞ്ഞിട്ട് ആ മനുഷ്യൻ പീഡിപ്പിക്കുമായിരുന്നു. പക്ഷേ അവർ ഭയങ്കര തറവാട്ടേര്, ഇവർക്കൊന്നും എവിടെയും പോയിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ അറിഞ്ഞാൽ നമ്മളടുത്ത് കുറ്റം എന്നല്ല അവർ പറയൽ. അത് കാരണം ഈ ജാഫർ ഖാൻ്റെ ഇതൊക്കെ ഞാൻ സഹിച്ച് ആ വീട്ടിൽ നിന്ന്. ആ വീട്ടിലാണെങ്കിൽ ഭക്ഷണമൊന്നും അധികരിച്ച് വിളമ്പൂല. എന്നാലും ഞാൻ കൂടുതലിരുന്ന് ചോറ് വയ്ക്കാൻ എൻ്റെ അമ്മായിമ്മയൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ മടി കാണിച്ച് നിൽക്കും. എന്താ ജാഫർക്കൊന്നും എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരൊക്കെ ഒറ്റക്കാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കൽ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കൽ. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം വിളമ്പിക്കൊണ്ടുപോയി വെച്ച് കൊടുത്തപ്പോൾ അതിൽ ചോറ് വെന്തിട്ടില്ല, വേവ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആ ചോറ് എടുത്തിട്ട് ഒരൊറ്റ ഏറായിരുന്നു. ഇതിൻ്റെ ബാക്കി കഥ ഞാൻ അടുത്ത് തന്നെ പറഞ്ഞു തരട്ടാ.